നിയമലംഘകരായ വിദേശികളെ നാടുകടത്താൻ സൗദിയിൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നു. നാടുകടത്തൽ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനു പുറമെ യാത്രാ നടപടികൾക്കായുള്ള വിമാനത്താവളങ്ങളിൽ സ്മാർട്ട് ട്രാക്ക് സംവിധാനം വിപുലമാക്കും. പ്രധാനമായും 2 പദ്ധതികളാണ് സൗദി ജനറൽ പാസ്പോർട്ട് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സൗദിയിൽ നിന്ന് നിയമലംഘകരായ വിദേശികളെ നാടുകടത്തുന്ന നടപടികൾ കാര്യക്ഷമമാക്കുന്നതും വിമാനത്താവളങ്ങളിലെ യാത്രാ നടപടികൾ വേഗത്തിലാക്കുന്നതുമാണ് പദ്ധതികൾ. ജവാസാത്തിന്റെ ആക്ടിംഗ് ഡയറക്ടർ ജനറലായ സാലിഹ് അൽ മുറബയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതുപ്രകാരം നിയമലംഘകരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിക്കും. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെയും അതിർത്തി സുരക്ഷാ നിയമലംഘകരെയും നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നത്. നാടുകടത്തൽ നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലും ലളിതവുമാക്കാൻ ഇത് സഹായിക്കും. യാത്രാ നടപടികൾക്കായുള്ള സ്മാർട്ട് ട്രാക്കാണ് രണ്ടാമത്തെ പദ്ധതി. വിമാനത്താവളങ്ങളിലും മറ്റും യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇല്ലാതെ അതിവേഗം കടന്നുപോകാൻ സാധിക്കുന്ന സ്മാർട്ട് പാത ഉടൻ നിലവിൽ വരുമെന്നും സാലിഹ് അൽ മുറബ അറിയിച്ചു. യാത്രക്കാരെ തിരിച്ചറിയുന്നതിനും അവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനും സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിക്കും. ഒരേ സമയം 35 യാത്രക്കാരെ വരെ പരിശോധിച്ച് യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ ഈ ക്യാമറകൾക്ക് കഴിയും. ഇതിലൂടെ പാസ്പോർട്ട് കൗണ്ടറുകളിലെ തിരക്ക് കുറയ്ക്കാനാകും. സൗദിയുടെ എല്ലാ അതിർത്തികളിലും പൂർണ്ണമായും സ്മാർട്ട് കവാടങ്ങൾ സ്ഥാപിക്കാനാണ് നീക്കം. സൗദി വിഷൻ 2030 പ്രകാരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.